നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ. പ്രധാന വാർത്തകൾ. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നടത്തിയ വിമർശനങ്ങളിൽ പ്രതികരണവുമായി കെ രാജൻ. വൈദ്യുതി നിരക്ക് വർധനവിൽ അഴിമതി ആരോപണം ഉന്നയിച്ച രമേശ് ചെന്നിത്തലയ്ക്ക് മറുപടി നൽകി കെ കൃഷ്ണൻകുട്ടി. പൂരം നടത്തിപ്പിലെ ആശങ്ക. ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്ത് പ്രതിഷേധ സംഗമം നടത്തി. വൈദ്യുതി നിരക്ക് വർധനവിൽ സംസ്ഥാന സർക്കാരിനെതിരെ അഴിമതി ആരോപണവുമായി രമേശ് ചെന്നിത്തല. വനപാലകർ കാട്ടിനുള്ളിൽ തിരിഞ്ഞിട്ടും കാട്ടാനയെ കണ്ടില്ല. വിവാദ പ്രസ്താവനവുമായി വീണ്ടും MLA MM മണി. വാർത്തകൾ വിശദമായി. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഡിറ്റിംഗ് കൃത്യമല്ലെന്ന് അറിയിച്ച കോടതി അതോറിറ്റിയുടെ കണക്കുകൾ ശരിയല്ലെന്നും ആരെയാണ് വിഡ്ഢികളാക്കാൻ നോക്കുന്നതെന്നും ചോദിച്ചു. നീക്കിയിരിപ്പിൽ എത്ര ചിലവാക്കിയെന്നും എങ്ങനെയാണ് ചിലവാക്കേണ്ടതെന്നും വ്യക്തതയില്ലാത്തതുകൊണ്ടാണ് കേന്ദ്രത്തോട് ഇങ്ങനെ സഹായം ചോദിക്കുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സഹായം തേടുമ്പോൾ കൃത്യമായ കണക്കുകൾ വേണമെന്നും അല്ലാതെ പരസ്പരം പഴിചാരുന്നത് ദുരന്തബാധിതരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും കോടതി വ്യക്തമാക്കി. എല്ലാ കണക്കുകളിലും വ്യക്തത വേണമെന്നും അത് കോടതി മുൻപാകെ സമർപ്പിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. സംസ്ഥാന ദുരന്ത നിവാരണ സമിതി അക്കൗണ്ട് ഓഫീസറോട് നേരിട്ട് ഹാജരാകാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഡിറ്റിംഗ് സംബന്ധിച്ച വിവരങ്ങൾ കോടതി ആരാഞ്ഞു. അവസാനമായി നടത്തിയ ഓഡിറ്റിംഗ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനും നിർദ്ദേശിച്ചു. കണക്കുകൾ വ്യക്തമാക്കണമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. അതിനായി വ്യാഴാഴ്ച വരെ സർക്കാർ സമയം തേടി. കേസ് വീണ്ടും വ്യാഴാഴ്ച പരിഗണിക്കാനായി മാറ്റി. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നടത്തിയ വിമർശനങ്ങളിൽ പ്രതികരണവുമായി കെ രാജൻ. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നടത്തിയ വിമർശനങ്ങളിൽ പ്രതികരണവുമായി മന്ത്രി കെ രാജൻ. ഇന്നലെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ കോടതി ചോദിച്ചത്. വിശദാംശങ്ങൾ പൂർണ്ണമായും അവതരിപ്പിക്കുന്നതിൽ കുറവുണ്ടായോ എന്ന കാര്യം അറിയില്ല. വ്യാഴാഴ്ച കോടതിയിൽ വിശദാംശങ്ങൾ കൊടുക്കണമെന്ന് വാർത്തകളിലൂടെ അറിഞ്ഞു. സമയം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. കോടതിയിൽ ഹാജരായ ആൾ ഇക്കാര്യം പ്രതിഫലിപ്പിക്കുന്നതിൽ കുറവുണ്ടായോ എന്ന കാര്യം എനിക്കറിയില്ല. അഡ്വാൻസായി നൽകിയ പണത്തിന്റെ കണക്ക് നൽകിയിട്ടുണ്ടോ എന്ന് അറിയില്ല. SDRF പണം ചൂരൽമലയിലെ ആവശ്യത്തിന് കഴിയുമോ എന്ന കാര്യം വിവാദങ്ങൾ ഉയർത്തുന്ന ആളുകൾ പറയുന്നില്ല. 1032 കുടുംബങ്ങൾക്ക് 10,000 രൂപ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ കൊടുത്തു. SDRFിലെ ഫണ്ട് ഉപയോഗിച്ചു മാത്രം കാര്യങ്ങൾ നടത്താൻ കഴിയില്ല. 15ാം ധനകാര്യ കമ്മീഷൻ നിർദ്ദേശപ്രകാരമുള്ള 298 കോടിയാണ് നൽകിയത്. കോടതി നടത്തിയ പ്രതികരണത്തെക്കുറിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്ത അടിസ്ഥാനമാക്കി പ്രതികരിക്കാൻ കഴിയില്ലെന്നും മന്ത്രി പ്രതികരിച്ചു. കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തും. ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആൾ തന്നെ കോടതിയുടെ മുന്നിൽ ഹാജരായി വ്യാഴാഴ്ച കൃത്യമായി കണക്ക് നൽകും. 291 കോടിയിൽ നിന്ന് വാടക കൊടുക്കാനാകുമോ? എത്ര കോടി വന്നാലും ചിലവാക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? ചൂരൽമലയ്ക്ക് പ്രത്യേക പാക്കേജ് വേണം. കേരളം മെമ്മോറാണ്ടം നൽകിയില്ല എന്ന് ആർക്കാണ് പറയാൻ സാധിക്കുക? മുട്ടാപ്പോക്കിന് ഒരു ന്യായം പറഞ്ഞ് ഇത് പകലല്ല എന്ന് വാദിച്ചാൽ പിന്നെ എങ്ങനെയാണ്? പാസ്ബുക്കിലുള്ള പണം സർക്കാരിന്റെ കയ്യിലുണ്ട്. SDRFിന്റെ ഇപ്പോഴത്തെ മാനദണ്ഡം വെച്ച് തുക ചിലവാക്കാൻ ആകില്ല എന്നതാണ് പ്രശ്നം. കേരളം ആവശ്യപ്പെട്ട 3 കാര്യങ്ങളിൽ 3ഉം നടപ്പാക്കപ്പെട്ടിട്ടില്ല. ചൂരൽമലയ്ക്ക് പ്രത്യേക പാക്കേജ് വേണം. SDRF ഫണ്ടിന്റെ മാനദണ്ഡം അനുസരിച്ചുള്ള പണം മാത്രമേ കേരളത്തിൽ തരൂവെന്ന് കേന്ദ്രം പറയട്ടെ. അപ്പോൾ മറ്റു വഴി തേടും കേരളം. മാനദണ്ഡങ്ങൾക്കപ്പുറത്ത് ചൂരൽമലയിലെ ആളുകളുടെ കണ്ണീർ തുടയ്ക്കാൻ ഒരുപാട് പണം വേണ്ടിവരും. അത് നൽകുമോ എന്നതാണ് കേന്ദ്രം പറയേണ്ടതെന്നും രാജൻ പറഞ്ഞു. വൈദ്യുതി നിരക്ക് വർധനവിൽ അഴിമതി ആരോപണം ഉന്നയിച്ച രമേശ് ചെന്നിത്തലയ്ക്ക് മറുപടി നൽകി കെ കൃഷ്ണൻകുട്ടി. വൈദ്യുതി നിരക്ക് വർധനവിൽ സംസ്ഥാന സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച രമേശ് ചെന്നിത്തലയ്ക്ക് മറുപടി നൽകി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. അദാനിയുമായി ദീർഘകാല കരാറില്ല. ചെന്നിത്തലയുടെ ആരോപണം തെറ്റാണ്. കേരളത്തിലെ നിരക്ക് വർധനവ് പൊതുവിൽ കുറവാണ്.
കർണാടകയിൽ 67 പൈസയാണ് ഈ വർഷം യൂണിറ്റിന് വർദ്ധിച്ചിട്ടുള്ളതെന്ന് മന്ത്രി വ്യക്തമാക്കി. നിരക്ക് വർധനയിൽ സർക്കാരിന് ഇടപെടാൻ കഴിയില്ല. പവർ കട്ട് ഒഴിവാക്കാനാണ് വൈദ്യുതി വാങ്ങുന്നത്. KEB ദീർഘകാല കരാറുകൾ റദ്ദാക്കിയിട്ടില്ല. റെഗുലേറ്ററി കമ്മീഷനാണ് റദ്ദാക്കിയത്. വിഷയത്തിൽ സർക്കാർ അപ്പീൽ നൽകിയിരുന്നു. ആര്യാടൻ മുഹമ്മദിന്റെ കാലത്ത് കരാറുകൾ റദ്ദാക്കിയത് സർക്കാരോ KEBയോ അല്ലെന്നും അല്ലെന്നും നടപടികളിലെ പാളിച്ചകൾ കാരണം റെഗുലേറ്ററി കമ്മീഷനാണെന്നും കരാർ പുനഃസ്ഥാപിക്കാൻ സർക്കാർ സുപ്രീം കോടതിയെ വരെ സമീപിച്ചിട്ടുണ്ടെന്നും മന്ത്രി K. കൃഷ്ണൻകുട്ടി കൂട്ടിച്ചേർത്തു. ഉപഭോക്താക്കളോട് നിരക്ക് വർധനയിൽ സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ട വൈദ്യുത മന്ത്രി K. കൃഷ്ണൻകുട്ടി അടുത്ത വർഷം നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച വർധനവ് ഒഴിവാക്കാൻ ശ്രമിക്കുമെന്നും പറഞ്ഞു. അതേസമയം കുറഞ്ഞ നിരക്കിൽ 25 വർഷത്തേക്ക് വൈദ്യുതി ലഭ്യമാക്കാനുള്ള കരാർ റദ്ദാക്കി കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നത് അദാനി കമ്പനികൾക്ക് വേണ്ടി നടത്തുന്ന അഴിമതിയാണെന്നായിരുന്നു രമേശ് ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തിയത്. അദാനി പവറിൽ നിന്ന് കേരളം വാങ്ങുന്ന വൈദ്യുതിയുടെ വില ചൂണ്ടിക്കാട്ടിയായിരുന്നു ആരോപണം. UDF സർക്കാരിന്റെ കാലത്ത് 4 രൂപയ്ക്ക് വാങ്ങിയ വൈദ്യുതി 10 രൂപ 25 പൈസയ്ക്ക് മുതൽ 14 രൂപ നിരക്കിലാണ് ഇപ്പോൾ വാങ്ങുന്നതെന്നും 4 അദാനി കമ്പനികളിൽ നിന്നാണ് വൈദ്യുതി വാങ്ങുന്നതെന്നും പറഞ്ഞ അദ്ദേഹം റെഗുലേറ്ററി കമ്മീഷനും സർക്കാരും ചേർന്ന് നടത്തുന്ന അഴിമതിയാണ് ഇതിന് പിന്നിലെന്നും ആരോപിച്ചു. പൂരം നടത്തിപ്പിലെ ആശങ്ക ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്ത് പ്രതിഷേധ സംഗമം നടത്തി. പൂരം മുടങ്ങാതിരിക്കാൻ പൂരപ്പറമ്പിൽ പൂരപ്രേമികൾ ഒത്തുകൂടി പ്രതിഷേധിച്ചു. ഉത്രാളിക്കാവ് പൂരം സെന്റർ കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഉത്രാളിക്കാവ് പൂരം നടക്കുന്ന ക്ഷേത്ര സന്നിധിയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. വിവിധ പൂരം വേല കമ്മിറ്റിക്കാരും പൂരം പ്രേമികളും കക്ഷി രാഷ്ട്രീയം മറന്ന് രാഷ്ട്രീയ നേതാക്കളും ചേർന്ന് നടത്തിയ പ്രതിഷേധ സംഗമം പ്രതിഷേധ കൊടുങ്കാറ്റായി മാറി. ഉത്സവങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കുക, ആന എഴുന്നള്ളിപ്പ് സുഗമമാക്കുക, വെടിക്കെട്ട് ചട്ടങ്ങൾ ലഘൂകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ഉത്രാളിക്കാവ് പൂരം സെൻട്രൽ കോർഡിനേഷൻ കമ്മിറ്റി ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതുതായി വന്ന കോടതിയുടെ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ആചാരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് പൂരത്തിൻ്റെ തനിമ, ഇതെല്ലാം തന്നെ ആ നിലയിൽ ശോഭ കെടുത്തുന്ന ഒന്നായി മാറും എന്ന പ്രശ്നം നമ്മുടെ സംസ്ഥാനത്താകെ വ്യത്യസ്ത നിലയിലുള്ളവർ ഈ ഘട്ടത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗങ്ങളുടെയും അഭിപ്രായം കോടതി ഇത്തരം കാര്യങ്ങളിൽ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉത്സവം നടത്തിപ്പ്, ദേവസ്വം ആചാരങ്ങൾ, ഇപ്പോൾ ഇതിൻ്റെ പല ക്ലോസുകളും കാണുമ്പോൾ നമ്മുടെ ഗുരുവായൂർ ആനയോട്ടം ഉൾപ്പെടെയുള്ള നിരവധിയായ നടന്നു വരുന്ന അമ്പലത്തിൻ്റെ പുറത്ത് നടക്കുന്ന അത്തരം ചടങ്ങുകളെ ഇത് എങ്ങനെ ബാധിക്കും എന്ന ആശങ്ക ഈ കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. തീർച്ചയായും അപ്പം അതിന് പരിഹാരം കാണും. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് നടത്തി ഈ ആശങ്കകൾ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ അറിയിക്കാൻ വളരെ നേരത്തെ മുൻകൈയെടുത്ത ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഞാൻ ഇന്നത്തെ പത്രദ്വാര അറിഞ്ഞത് എല്ലാ ദേവസ്വങ്ങളും ഹൈക്കോടതിയിലേക്ക് അവരുടെ അപേക്ഷകൾ അയച്ചിട്ടുണ്ട് എന്നാണ് പത്രം പറഞ്ഞത്, അല്ലെങ്കിൽ പത്രത്തിലൂടെ അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായും ഇത്തരത്തിലുള്ള വളരെ സമാധാനപരമായ ജനകീയമായ ഇത്തരം അഭിപ്രായ രൂപീകരണവും ഇത്തരം കൂട്ടായ്മകളും ഇത്തരത്തിലുള്ള ആചാരങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആന എഴുന്നള്ളിപ്പ്, വെടിക്കെട്ട്, ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള പുതിയ കോടതിയുടെ നിർദ്ദേശങ്ങൾ പുനഃപരിശോധിക്കുകയും ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ V. സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, തൃശൂർ പൂരം പാർമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ബാലഗോപാൽ, തിരുവമ്പാടി ദേവസ്വം വർക്കിംഗ് പ്രസിഡന്റ് പ്രശാന്ത് മേനോൻ, ഉത്രാളിക്കാവ് പൂരം എങ്കക്കാട് ദേശം പ്രസിഡന്റ് TP ഗിരീശൻ, സെക്രട്ടറി PR സുരേഷ് കുമാർ, കുമരനെല്ലൂർ വിഭാഗം പ്രസിഡന്റ് AK സതീഷ് കുമാർ, സെക്രട്ടറി വിപിൻ, വടക്കാഞ്ചേരി വിഭാഗം പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി, സെക്രട്ടറി PN വൈശാഖ്, മർച്ചന്റ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് അജിത് മല്ലയ്യ, മർച്ചന്റ് അസോസിയേഷൻ യൂണിറ്റ് സെക്രട്ടറി PN ഗോകുലൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ K. അജിത് കുമാർ, MU കബീർ,
നിത്യസാഗർ എന്നിവരും വിവിധ ക്ഷേത്രോത്സവ കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുത്തു. വൈദ്യുതി നിരക്ക് വർധനവിൽ സംസ്ഥാന സർക്കാരിനെതിരെ അഴിമതി ആരോപണവുമായി രമേശ് ചെന്നിത്തല. വൈദ്യുതി നിരക്ക് വർധനയിൽ സംസ്ഥാന സർക്കാരിനെതിരെ അഴിമതി ആരോപണവുമായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കുറഞ്ഞ നിരക്കിൽ 25 വർഷത്തേക്ക് വൈദ്യുതി ലഭ്യമാക്കാനുള്ള കരാർ റദ്ദാക്കി കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നത് അദാനി കമ്പനികൾക്ക് വേണ്ടി നടത്തുന്ന അഴിമതിയാണെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. UDF സർക്കാരിന്റെ കാലത്ത് 4 രൂപയ്ക്ക് വാങ്ങിയ വൈദ്യുതി 10.25 രൂപ മുതൽ 14 രൂപ നിരക്കിലാണ് ഇപ്പോൾ വാങ്ങുന്നതെന്നും 4 അദാനി കമ്പനികളിൽ നിന്നാണ് വൈദ്യുതി വാങ്ങുന്നതെന്നും പറഞ്ഞ അദ്ദേഹം റെഗുലേറ്ററി കമ്മീഷനും സർക്കാരും ചേർന്ന് നടത്തുന്ന അഴിമതിയാണ് ഇതിന് പിന്നിലെന്നും ആരോപിച്ചു. കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി വാങ്ങാനുള്ള ദീർഘകാല കരാർ ഒഴിവാക്കി ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങാനുള്ള തീരുമാനമാണ് ബോർഡിനെ കടക്കെണിയിലാക്കിയത്. യൂണിറ്റിന് 4 രൂപയ്ക്ക് വൈദ്യുതി വാങ്ങാനുള്ള 25 വർഷത്തേക്കുള്ള ദീർഘകാല കരാർ 2016 അന്നത്തെ വൈദ്യുതി മന്ത്രി ആര്യാട മുഹമ്മദാണ് ഒപ്പുവെച്ചത്. അത് റദ്ദാക്കി യൂണിറ്റിന് 10 മുതൽ 14 രൂപ വരെ വിലയ്ക്ക് കറണ്ട് വാങ്ങാൻ 4 അദാനി കമ്പനികളുമായി സംസ്ഥാനം കരാറുണ്ടാക്കി. 465 മെഗാവാട്ട് വൈദ്യുതി കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുന്ന കരാർ റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കിയത് ഒത്തുകളിയാണ്. മുൻ വൈദ്യുതി മന്ത്രി AM മാണിയാണ് റെഗുലേറ്ററി കമ്മീഷൻ അംഗം. സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ വ്യക്തമായ പങ്കുണ്ടെന്നും ചെന്നിത്തല ആരോപിച്ചു. കേരളത്തിന്റെ പവർ പർച്ചേസ് ചിത്രത്തിൽ അദാനിയെ കൊണ്ടുവരാനാണ് UDF ഭരണകാലത്തെ കരാർ സാങ്കേതിക കാരണം പറഞ്ഞ് സംസ്ഥാന സർക്കാരും റെഗുലേറ്ററി കമ്മീഷനും ചേർന്ന് ഒഴിവാക്കിയത്. KSEBയെ പ്രതിസന്ധിയിലാക്കി സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയമുണ്ട്. നിരക്ക് വർധനവിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറണം. നിരക്ക് വർധന സംസ്ഥാന താൽപര്യത്തിന് ഗുണകരമല്ല. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ടീകോമിനെ സംരക്ഷിക്കാനുള്ള നടപടിയാണ് മന്ത്രി രാജീവിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കരാർ ലംഘനത്തിൽ കമ്പനിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. വ്യവസായ മന്ത്രി ടീകോമിനെ സംരക്ഷിക്കാനുള്ള നിലപാടെടുക്കുന്നു. ബാജോ ജോർജിനെ സമിതിയിൽ വെച്ചതിൽ നിക്ഷിപ്ത താൽപര്യമുണ്ട്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ സർക്കാർ CBI അന്വേഷണത്തെ ഭയക്കുന്നു. ദിവ്യയെ സംരക്ഷിക്കാനാണ് CBI അന്വേഷണം എതിർക്കുന്നത്. ഭയക്കാനില്ലെങ്കിൽ അന്വേഷണം CBIക്ക് വിടണം. കേരള പോലീസ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി നൽകില്ല. കേരയിൽ കേരളത്തിൽ നടക്കില്ല. 100 കണക്കിന് ഭൂമി ഏറ്റെടുത്തുള്ള പദ്ധതി ആവശ്യമില്ല. സർക്കാർ അനാവശ്യ ഈഗോ വെടിയണം. പദ്ധതിയെ എതിർക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. വനപാലകർ കാട്ടിനുള്ളിൽ തിരിഞ്ഞിട്ടും കാട്ടാനയെ കണ്ടില്ല. അകമല കുഴിയോട് പ്രദേശങ്ങളിൽ സ്ഥിരമായി നാടിറങ്ങുന്ന ഒറ്റയാൻ ആനയ്ക്ക് വേണ്ടിയുള്ള കാടിനുള്ളിലെ തിരച്ചിലിൽ ആനയെ കണ്ടെത്താനായില്ല. DFO രവികുമാർ മീണ, മച്ചാട് റേഞ്ച് ഓഫീസർ K ആനന്ദ്, വാഴാനി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ P വിനോദ്, വനം വകുപ്പ് വെറ്റിനറി ഡോക്ടർ മിത്യു എന്നിവരടങ്ങുന്ന 42 പേർ അടങ്ങിയ 4 സംഘങ്ങളാണ് വനത്തിനുള്ളിൽ എലിഫന്റ് ഡ്രൈവ് നടത്തിയത്. 8 കിലോമീറ്ററോളം ഉൾക്കാട്ടിൽ പരിശോധന നടത്തിയെങ്കിലും ആനയെ കണ്ടെത്താനായില്ല. കൊമ്പൻ ആനയാണ് സ്ഥിരമായി അകമല പ്രദേശങ്ങളിൽ ഇറങ്ങുന്നതെന്ന് വനപാലകർ പറഞ്ഞു. ഈ ആന തന്നെയാണ് കഴിഞ്ഞ ദിവസം റെയിൽവേ ട്രാക്കിൽ കൂടി സഞ്ചരിച്ചിട്ടുള്ളത്. ആന റെയിൽവേ ട്രാക്കിൽ വരെ എത്തിയ സാഹചര്യത്തിൽ സംഭവം ഏറെ ഗൗരവമുള്ളതായി കാണുന്നതായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ആന റെയിൽവേ ട്രാക്കിൽ വരുന്നതിലൂടെ വൻ ദുരന്തം ഉണ്ടാകാനുള്ള സാഹചര്യവുമുണ്ട്. ട്രഞ്ച് സംവിധാനം നടപ്പിലാക്കി ആനയെ തുരത്താനാണ് ശ്രമം നടക്കുന്നത്. ഇതിന് നല്ല ചിലവ് വരും. MLAയും നഗരസഭയും സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പരിശോധന തുടരുമെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇതിനിടെ കാടിറങ്ങി വരുന്ന ആനയെ നിരീക്ഷിക്കാൻ കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 മണിവരെ കാത്തിരുന്നിട്ടും ആന ഇറങ്ങിയില്ല. 3 മണിക്ക് വനപാലകർ മടങ്ങിപ്പോയപ്പോൾ ആന നാടിറങ്ങി വന്ന് വിളവുകളും തിന്നുപോയതായും സമീപവാസികൾ പറഞ്ഞു. വർഷങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മാണി സൺസ്, ജില്ലാ ആശുപത്രിക്ക് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. വാർത്തകൾ തുടരുന്നു. വിവാദ പ്രസ്താവനയുമായി വീണ്ടും MLA MM മണി. വിവാദ പ്രസ്താവനയുമായി വീണ്ടും MLA MM മണി.
പ്രസംഗിക്കാൻ നടന്നാൽ പ്രസ്ഥാനം കാണില്ല, അടിച്ചാൽ തിരിച്ചടിക്കണം, ഞാനടക്കം അടിച്ചിട്ടുണ്ടെന്നാണ് മണി ഇടുക്കി ശാന്തൻപാറയിലെ CPM ഏരിയ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞത്. അടിച്ചാൽ തിരിച്ചടിക്കണം, ഇവിടെയിരിക്കുന്ന നേതാക്കളെല്ലാം നേരിട്ട് അടിച്ചിട്ടുണ്ട്, അല്ലാതെ പ്രസ്ഥാനം നിലനിൽക്കില്ല. അടിച്ചാൽ തിരിച്ചടിക്കുക, പ്രതിഷേധിക്കുക, പ്രതിഷേധത്തിന് നേരെ തിരിച്ചടിക്കുക. തിരിച്ചടിച്ചത് നന്നായി എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കണം. ചുമ്മാ സൂത്രപ്പണി കൊണ്ട് പ്രസംഗിച്ച് നടന്നാൽ പ്രസ്ഥാനം കാണില്ല. ജനങ്ങൾ അംഗീകരിക്കുന്ന മാർഗം സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വൈദ്യുതി നിരക്ക് വീണ്ടും വർദ്ധിപ്പിച്ച സർക്കാർ നടപടി ജനങ്ങളോടുള്ള വെല്ലുവിളി VD സതീശൻ. വൈദ്യുതി നിരക്ക് വീണ്ടും വർദ്ധിപ്പിച്ച സർക്കാർ നടപടി ജനങ്ങളോടുള്ള വെല്ലുവിളിയും പകൽക്കൊള്ളയുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അഴിമതിയും ധൂർത്തും കെടുകാര്യസ്ഥതയും വൈദ്യുതി ബോർഡിന് ഉണ്ടാക്കിയ ബാധ്യതയാണ് നിരക്ക് വർധനവിലൂടെ സാധാരണക്കാർ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്ക് മേൽ കെട്ടിവെച്ചിരിക്കുന്നതെന്നും ജനജീവിതം ദുസ്സഹമാക്കുന്ന വൈദ്യുതി ചാർജ് വർധന പിൻവലിക്കാൻ സർക്കാർ അടിയന്തരമായി തയ്യാറാകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം 5ാം തവണയാണ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. എല്ലാ തരത്തിലും ജനങ്ങളെ ദ്രോഹിക്കുന്നതിനുള്ള ലൈസൻസായാണ് ഈ സർക്കാർ ഭരണ തുടർച്ചയെ കാണുന്നത്. ജനദ്രോഹ നടപടികളുമായി മുന്നോട്ടു പോകുന്ന അഴിമതി സർക്കാരിനെതിരെ സംസ്ഥാന വ്യാപകമായുള്ള ജനകീയ പ്രക്ഷോഭത്തിന് UDF നേതൃത്വം നൽകും. VD സതീശൻ മുന്നറിയിപ്പ് നൽകി. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ജനങ്ങൾ പൊറുതുമുട്ടി. KC വേണുഗോപാൽ MP. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധാരണ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണെന്ന് KC വേണുഗോപാൽ MP. സംസ്ഥാന സർക്കാർ കുറുവ സംഘത്തെ പോലെ ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പെൻഷനും വിലക്കയറ്റവും ഉച്ചിയിൽ നിൽക്കെ ഇടുത്തി പോലെയാണ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കുറുവ സംഘം കുട്ടികളുടെ കരച്ചിൽ കേൾപ്പിച്ച് കവർച്ച നടത്തുന്നു. സർക്കാർ വീടുകളിൽ മീറ്റർ ഘടിപ്പിച്ചാണ് കവർച്ച നടത്തുന്നത്. പിണറായി സർക്കാർ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ജനങ്ങൾ പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. ഇത് പാവങ്ങളുടെ സർക്കാരാണോ? സർക്കാരിന്റെ ധൂർത്തിന് യാതൊരു കുറവുമില്ല. ആകെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ജനദ്രോഹ പ്രവർത്തനങ്ങളാണ്. കേരളത്തിലെ സ്ഥിതിഗതികൾ പ്രധാനമന്ത്രിയും കേന്ദ്ര നേതൃത്വവും വന്ന് വിലയിരുത്തിയതാണ്. കേരളത്തെയും വയനാടിനെയും ശിക്ഷിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിന്റേത്. സംസ്ഥാന സർക്കാരും വിഷയത്തിൽ കാര്യക്ഷമമായ നിലപാട് എടുക്കുന്നില്ലെന്ന് കൂടി കൂട്ടിച്ചേർക്കേണ്ടി വരും. വയനാട്ടിൽ വളരെ ദാരുണ സ്ഥിതിയാണുള്ളത്. കഴിഞ്ഞ ദിവസം എല്ലാ MP-മാരും പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ അമിത്ഷായെ കണ്ടിരുന്നു. ഇത് രാഷ്ട്രീയം കളിക്കേണ്ട സമയമല്ലെന്നും മനുഷ്യർ സർക്കാരുകളുടെ സഹായത്തിനായി ഉറ്റുനോക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി കൈമാറിയ റിപ്പോർട്ടിൽ സർക്കാർ വെട്ടിയ ഭാഗങ്ങൾ ഇന്നും പുറത്തുവിട്ടില്ല. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി കൈമാറിയ റിപ്പോർട്ടിൽ സർക്കാർ വെട്ടിയ ഭാഗങ്ങൾ ഇന്ന് പുറത്തുവിടില്ല. വിവരങ്ങൾ പുറത്തുവിടുന്നതിനെതിരെ ഒരു പരാതി കൂടി ലഭിച്ചതിനാൽ ഇന്ന് ഉത്തരവ് പുറത്തിറക്കില്ലെന്ന് വിവരാവകാശ കമ്മീഷൻ അറിയിച്ചു. റിപ്പോർട്ടിലെ 49 മുതൽ 53 വരെയുള്ള പേജുകളാണ് പൂഴ്ത്തിയത്. നേരത്തെ അപേക്ഷ നൽകിയ മാധ്യമ പ്രവർത്തകരോട് ഇന്ന് രാവിലെ 11 മണിയോടെ ഉത്തരവ് കൈപ്പറ്റാൻ വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനിടെയാണ് പുറത്തുവിടുന്നതിനെതിരെ ഒരു പരാതി കൂടി ലഭിച്ചത്. തുടർന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഭാഗങ്ങൾ ഇന്ന് പുറത്തുവിടേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. ജൂലൈ 1-ന് ഹേമ കമ്മിറ്റി നിലവിൽ വന്നു. സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പഠിച്ച് 6 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നായിരുന്നു ആവശ്യം. 2 വർഷത്തിന് ശേഷം 2019 ഡിസംബർ 31-നാണ് കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയത്. വൈദ്യുതി നിരക്ക് വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ജനങ്ങളോടുള്ള വെല്ലുവിളി. K. സുരേന്ദ്രൻ. വൈദ്യുതി നിരക്ക് വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനും ആരോപിച്ചു. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇത് 5ാം തവണയാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗാർഹിക ഉപഭോക്താക്കളോടൊപ്പം കാർഷിക ഉപഭോക്താക്കളും വൈദ്യുതി നിരക്ക് വർധനവിന്റെ തിക്തഫലം അനുഭവിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വൈദ്യുതി ബോർഡിന്റെയും സർക്കാരിന്റെയും കെടുകാര്യസ്ഥത മൂലമാണ് നിരക്ക് വർദ്ധിപ്പിക്കേണ്ടി വന്നത്. വൈദ്യുതി ബോർഡ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതിനു പകരം ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള സ്ഥാപനമായി മാറിയെന്നും K. സുരേന്ദ്രൻ ആരോപിച്ചു. ദീർഘകാല കരാറുകളിൽ ഏർപ്പെടുന്നതും അത് റദ്ദാക്കുന്നതും വ്യക്തമായ കാഴ്ചപ്പാടില്ലാതെയാണെന്നത് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഇക്കാര്യം BJP നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. വർദ്ധിപ്പിച്ച വൈദ്യുതി നിരക്ക് പിൻവലിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണം. ഇല്ലെങ്കിൽ ശക്തമായ ബഹുജന പ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്നും K. സുരേന്ദ്രൻ മുന്നറിയിപ്പ് നൽകി. ഒരു ദിവസത്തേക്കായി ഇനി ഒരുപാട് പണം ചിലവഴിക്കേണ്ട. വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും മിതമായ നിരക്കിൽ വാടകയ്ക്ക് ലഭിക്കുന്ന ഹെന ട്രിങ്കറ്റ്സ് എന്ന സ്ഥാപനം വടക്കാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു.
സേവ്യർ ചിറ്റപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. സീരിയൽ ആർട്ടിസ്റ്റ് കൃഷ്ണേന്ദു മുഖ്യാതിഥിയായിരുന്നു. മർച്ചന്റ്സ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ആദ്യ വിൽപ്പന നിർവഹിച്ചു. വടക്കാഞ്ചേരി മെയിൻ റോഡിൽ ലാമിയ സിൽക്സിന് സമീപത്താണ് പുതിയ സ്ഥാപനം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 8921862766 9995673426. വാർത്തകൾ തുടരുന്നു. ശബരിമലയിൽ വൻ തിരക്ക്. ശബരിമലയിൽ വൻ തിരക്ക്. രാവിലെ ശരംകുത്തി കഴിഞ്ഞും തിരക്ക് നീണ്ടു. മണ്ഡലകാലം ആരംഭിച്ചതിൽ പിന്നെ ഏറ്റവും അധികം തീർത്ഥാടകർ ദർശനം നടത്തിയത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഹരിവരാസനം പാടി നടയടച്ച സമയത്ത് 10,000-ഓളം പേർ 18-ാം പടി കയറാനായി ക്യൂവിലുണ്ടായിരുന്നു. ഇവരെല്ലാം രാവിലെയാണ് ദർശനം നടത്തിയത്. രാത്രി 10 മണി വരെയുള്ള കണക്കനുസരിച്ച് 84,762 പേർ ദർശനം നടത്തി. അതിൽ 16,640 പേർ സ്പോട്ട് ബുക്കിംഗ് വഴിയാണ് എത്തിയത്. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ വെള്ളിയാഴ്ച പുതിയ പോലീസ് സംഘം ചുമതലയേറ്റിട്ടുണ്ട്. കഴിഞ്ഞ 2 ബാച്ചിലുള്ള പോലീസുകാരെക്കാളധികം പോലീസുകാർ ഇത്തവണ എത്തിയിട്ടുണ്ട്. തീർത്ഥാടകർ റോഡിലേക്ക് ഇറങ്ങി അപകടമുണ്ടാകാതിരിക്കാൻ പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കുമരനെല്ലൂരിലെ കുളം നികത്തിയ സംഭവം റിപ്പോർട്ട് സമർപ്പിക്കാൻ തലപ്പള്ളി തഹസിൽദാർ നിർദ്ദേശം നൽകി. കുമരനെല്ലൂരിലെ കുളം നികത്തിയ സംഭവ സ്ഥലം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വില്ലേജ് ഓഫീസർക്കും കൃഷി ഓഫീസർക്കും തലപ്പള്ളി തഹസിൽദാർ നിർദ്ദേശം നൽകി. കുളം നികത്തിയ സംഭവം അന്വേഷിക്കണമെന്ന് പൊതുപ്രവർത്തകനായ മനോജ് കടമ്പാട്ട് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. കുളം നികത്തിയത് മൂലം വർഷക്കാലത്ത് സമീപത്തെ വീടുകളിലേക്ക് വെള്ളം കയറുമെന്ന് നാട്ടുകാരും പരാതിപ്പെട്ടിരുന്നു. ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് രാത്രികാലങ്ങളിൽ ഓട്ടോറിക്ഷകൾ കയറ്റിയിരുന്ന സംഭവം അന്വേഷിക്കാൻ RTOയ്ക്ക് നിർദ്ദേശം നൽകി. വടക്കാഞ്ചേരി മിനി സിവിൽ സ്റ്റേഷനുള്ളിലെ ശൗചാലയങ്ങളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാനും താലൂക്ക് വികസന സമിതി യോഗത്തിൽ തീരുമാനമായി. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷഹീറ, വിവിധ വകുപ്പ് മേധാവികൾ, ജനപ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ശബരിമലയിൽ നടൻ ദിലീപിന് VIP പരിഗണനയിൽ ദർശനം അനുവദിച്ചതിൽ വീണ്ടും രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ശബരിമലയിൽ നടൻ ദിലീപിന് VIP പരിഗണനയിൽ ദർശനം അനുവദിച്ചതിൽ വീണ്ടും രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയാണ് ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചത്. VIP ദർശനം നിയന്ത്രിക്കേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു. ഹരിവരാസന സമയത്ത് പരമാവധി ഭക്തർക്ക് ദർശനം നൽകാനാണ് ശ്രമിക്കേണ്ടതെന്നും കുട്ടികൾക്കും സ്ത്രീകൾക്കും ദർശനത്തിന് മതിയായ സൗകര്യം ലഭിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സത്യവാങ്മൂലം നൽകാനും ഇടക്കാല ഉത്തരവുണ്ട്. സ്വമേധയാ സ്വീകരിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതുവരെയുള്ള മുഴുവൻ സമയവും ദിലീപും സംഘവും ദർശനം നടത്തിയിരുന്നു. ഈ സമയത്ത് ദർശനം തേടി കാത്തുനിന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ ഭക്തരെ തടയുകയും ചെയ്തിരുന്നു. അയ്യപ്പ ദർശനത്തിന് ആർക്കും പ്രത്യേക പരിഗണന നൽകരുതെന്നാണ് ഹൈക്കോടതിയുടെ മുൻകാല ഉത്തരവ്. വടക്കാഞ്ചേരി നഗരസഭയിലെ പാർലിക്കാട് കുറാഞ്ചേരി ഹൈവേയിൽ മാലിന്യം തള്ളിയവർക്കെതിരെ പിഴ ചുമത്തി. വടക്കാഞ്ചേരി നഗരസഭയിലെ പാർലിക്കാട് കുറാഞ്ചേരി ഹൈവേ പരിസരത്ത് റോഡരികിൽ മാലിന്യം തള്ളിയവർക്കെതിരെ പിഴ ചുമത്തി. നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദിഖുൽ അക്ബറിന്റെ നേതൃത്വത്തിൽ കണ്ടിജൻസ് ജീവനക്കാരായ KK ഗിരിജൻ, MS രവീന്ദ്രൻ എന്നിവരടങ്ങുന്ന സംഘമാണ് മാലിന്യം തള്ളിയവരെ കണ്ടെത്തിയത്. തേക്കുംകര കരുമത്ര സ്വദേശിയായ വ്യാപാരിയാണ് മാലിന്യം തള്ളിയത്. പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി KK മനോജ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നടത്തിയ വിമർശനങ്ങളിൽ പ്രതികരണവുമായി K. രാജൻ. വൈദ്യുതി നിരക്ക് വർധനവിൽ അഴിമതി ആരോപണം ഉന്നയിച്ച രമേശ് ചെന്നിത്തലയ്ക്ക് മറുപടി നൽകി K. കൃഷ്ണൻകുട്ടി. പൂരം നടത്തിപ്പിലെ ആശങ്ക, ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്ത് പ്രതിഷേധ സംഗമം നടത്തി. വൈദ്യുതി നിരക്ക് വർധനവിൽ സംസ്ഥാന സർക്കാരിനെതിരെ അഴിമതി ആരോപണവുമായി രമേശ് ചെന്നിത്തല. വനപാലകർ കാട്ടിനുള്ളിൽ തിരിഞ്ഞിട്ടും കാട്ടാനയെ കണ്ടില്ല. വിവാദ പ്രസ്താവനവുമായി വീണ്ടും MLA MM മണി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.